Hi guys, so Mammoottyയുടെ upcoming movie മധുരാജയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ് ആൻഡ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖ് ആൻഡ് റിട്ടേൺ ബൈ ഉദയ് കൃഷ്ണ ആൻഡ് സ്റ്റാറിംഗ് ഓഫ് കോഴ്സ് മമ്മൂട്ടി ആൻഡ് ജയ് ഇൻ ദ ലീഡ് റോൾ. സോ പോക്കിരാജ് 2010 ഇറങ്ങിയ പോക്കിരാജയുടെ ചെറിയ വ്യത്യാസമുണ്ട് ഇതിന്. കാരണം ഇതിൻ്റെ സെയിം സീക്വൽ അല്ല, അതൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ഈ സിനിമയിലല്ല. മമ്മൂട്ടിയുടെ ബ്രദറായിട്ട് കഴിഞ്ഞ പോക്കിരാജിൽ പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. സോ പൃഥ്വിരാജ് ഈ സിനിമയിലില്ല, അതൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ്. സോ അതിന് പകരം ജയ്, തമിഴ് ആക്ടർ ജയ് ആണ് ആ ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്യുന്നത്. ജയുടെ റോൾ എന്താണെന്ന് നമുക്ക് സിനിമ കണ്ടാലേ അറിയാൻ കഴിയുള്ളൂ. സോ എനിവേ ലെറ്റ്സ് ഗോ ചെക്ക് ഔട്ട് ദ ട്രെയിലർ. ഒറ്റപ്പെട്ടൊരു ചെറിയ തുരുത്തായി മംഗളം വൈപ്പിലെ തന്റെ കള്ളച്ചാരായം കുടിച്ച് 77 പേരാ മരിച്ചത്. അയാൾ കേൾക്കില്ല. നിങ്ങൾ വലിയ ലെവൽ വല്ല പിടിക്കേണ്ടി വരും. എന്റെ മകൻ മധുര രാജ തമ്പി മാറി താനാണോ രാജ? രാജ മധുരൈ രാജ തെന്നിന്തൻ മക്കൾക്ക് എത്തിത്തലൈവർ. പാമ്പിൻ ദുരിത മണ്ഡലത്തിൽ ഇനി മത്സരിക്കുന്നത് ഞാൻ. ഈ ഐറ്റം വെച്ച് നമ്മുടെ പ്രചരണം തകർക്കും. രാഷ്ട്രീയക്കാർക്കിടയിൽ അറിയപ്പെടുന്നത് ഒരു പൊളിറ്റിക്കൽ കിങ് മേക്കർ. ജനങ്ങളെ ചതിക്കുന്നവന് MLA ആയാലും ശരി, മന്ത്രി ആയാലും ശരി, ഒരു ദിവസം ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തുണി ഉരിയപ്പെട്ട് നിൽക്കേണ്ടി വരും. അവൻ അപകടകാരിയാണ്. വിശ്വസിച്ചു കൂടെ വരുന്നവരെ ജീവൻ കൊടുത്താൽ സംരക്ഷിക്കും. தெரியுமில்ல, ராஜா சொல்றதான் செய்வான், செய்யறது மட்டும்தான் சொல்லுவோம். സോ ഗായ്സ്, സോ വിചാരിച്ചതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ ഇതിൽ കുറേ ആക്ഷൻ ഉണ്ടാവും, കുറേ എന്താ പറയുക നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ആക്ഷൻ സീനുകൾ ഉണ്ടാവും. നമ്മുടെ യുക്തിക്ക് നേരക്കാതെ കുറേ ആക്ഷൻ സീനുകൾ ഉണ്ടാവും. കുറേ കോമഡീസ് ഉണ്ടാവും, കുറേ എന്താ പറയുക ചളി കോമഡികൾ ഉണ്ടാവും. ആൻഡ് അതിൽ സണ്ണി ലിയോൺ ഇതിനായിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി ഫോർ ആൻ ഐറ്റം ഡാൻസ്, ഒരു ഐറ്റം ഡാൻസിന് വേണ്ടി മാത്രമായിട്ട് സണ്ണി ലിയോണെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതൊക്കെ ഉണ്ടാവും. സോ ഇതൊരു പക്ക പോക്കിരാജയുടെ സെക്കൻഡ് പാർട്ട് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം പോക്കിരാജുള്ളത് പോലെ തന്നെ ആക്ഷൻ സീനുകൾ ഉണ്ടാവും, അതേപോലെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ആക്ഷൻ സീനുകൾ ഉണ്ടാവും, നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത കോമഡി സീനുകൾ ഉണ്ടാവും, ഇംഗ്ലീഷ് കോമഡീസുകൾ ഉണ്ടാവും. സോ ഇത് ലൂസിഫറിനെ പോലെ തന്നെ ലൂസിഫർ ഒരു ഫാൻ മെയ്ഡ് മൂവിയാണ്, ഒരു ഫാൻസിന് വേണ്ടി മെയ്ഡ് ചെയ്തിട്ടുള്ള മൂവിയാണ്. ലൂസിഫറിനെ പോലെ തന്നെ ഇപ്പോൾ 50 കോടിയോ എത്ര കോടിയാണെന്ന് കരുതുന്നത്, 50 കോടി 100 കോടി എന്നൊക്കെ പറയുന്നു. സോ അതുപോലുള്ളൊരു സിനിമയാണ് മധുരാജ. സോ ഒരാൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആ സെൻസിൽ കാണുക, ഇതൊരു മമ്മൂട്ടി ഫാൻസിന് മാക്സിമം എൻജോയ് ചെയ്യാനുള്ളൊരു മൂവിയാണ്. സോ ഇതിൽ നമുക്ക് യുക്തിക്ക് നേരക്കാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അത് താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക. സോ ഇഫ് യു ആർ മമ്മൂട്ടി ഫാൻ ആണെങ്കിൽ this is a movie for you. ഇത് മമ്മൂട്ടിയെ പൊക്കി പറയുന്ന കുറേ, മധുരാജെ പൊക്കി പറയുന്ന കുറേ സീനുകൾ ഉണ്ടാവും. സണ്ണി ലിയോ മമ്മൂട്ടിയെ പൊക്കി പറയുന്നുണ്ടാവും, എനിക്കറിയില്ല. സോ ഇഫ് യു ആർ മമ്മൂട്ടി ഫാൻ, ദിസ് ഈസ് യുവർ മൂവി. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മൂവിയാണ്. സോ ഇഫ് യു ആർ മമ്മൂട്ടി ഫാൻ, go and watch it.